വണ്ടർഫുൾ, നല്ലതായിരുന്നു വിഷ്ണു, വളരെ നല്ലതായിരുന്നു കേട്ടോ. നമുക്ക് ഈ മക്കളെ ഒന്ന് പരിചയപ്പെടണം. ഇവർ 3 പേരും മാജിക്കിനോട് അത്രമാത്രം പാഷൻ ഉള്ളതാണ്. അതുമാത്രമല്ല 4 വർഷം മുമ്പ് മാജിക് അക്കാദമിയിൽ വന്ന് അന്ന് മുതൽ മാജിക് കാണിക്കുന്നത്. ഇവരാണ് ഞാൻ പറഞ്ഞത് 3000-നോട് അടുത്ത് ഷോ ചെയ്തു, പക്ഷേ ഇതുവരെ തെറ്റ് പറ്റിയിട്ടില്ല എന്നുള്ളത്. അത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം മാജിക്കിൻ്റെ ഒരു ശാസ്ത്രം എന്ന് പറയുന്നത് മനസ്സ് ഒരിടത്തെങ്കിൽ കണ്ണ് വേറൊരിടത്ത് എന്നുള്ളതാണ്. നൃത്തം പഠിക്കുന്ന പോലെയല്ല, പാട്ട് പഠിക്കുന്നത് പോലെയല്ല. മാജിക് പഠിക്കണമെങ്കിൽ മനസ്സിനൊരു ഭാഗത്തും കണ്ണിന് വേറൊരു ഭാഗത്തും മാറ്റി വെക്കണം. ഈ ഒരു ടെക്നിക്ക് എങ്ങനെയാണ് ഇവർ പഠിച്ചെടുത്തത് എന്നുള്ളതാണ് ഇന്നും ഞങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കാര്യം. നമ്മളെ പേര് പറഞ്ഞു കൂട്ടാ. എൻ്റെ പേര് ശരണ്യ. എനിക്ക് മാജിക്കും ഡാൻസും പാട്ടും ഇഷ്ടമാണ്. എന്താവാനാ ഇഷ്ടം? മജീഷ്യൻ. മജീഷ്യൻ ആവാനാണ് ഇഷ്ടം. വലിയൊരു മജീഷ്യൻ ആവാനാണ് ശരണ്യ മോൾക്ക് ഇഷ്ടം. ഇനി മോള് പേര് പറഞ്ഞേ. എൻ്റെ പേര് പാർവതി. മാജിക്ക് ഡാൻസ് കഴിക്കൂ. മോളുടെ പേര് പാർവതി എന്നാണ്. മോൾക്ക് ഡാൻസും മാജിക്കും ഒക്കെ ഇഷ്ടമാണ്. ഇനിതാ നമ്മുടെ മജീഷ്യൻ പേര് പറഞ്ഞു കൂട്ടാ. വിഷ്ണുവിന് മാജിക് ഇഷ്ടമാണ്, ചെണ്ട ഇഷ്ടമാണ്. എന്തൊക്കെയാണ് ഇതിനകത്ത് എടുത്തത്? ഒരു ദിവസം മമ്മൂട്ടിയുടെ ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് മമ്മൂട്ടിയെ കെട്ടിപ്പിടിച്ചിരുന്നു വിഷ്ണു, അല്ലേ? സൂപ്പർ. ഓക്കെ, ഇനി ശരണി മോളെ എല്ലാവരോടും കൈ കാണിച്ച് താങ്ക് യു പറഞ്ഞേ. പാർവതി താങ്ക് യു പറഞ്ഞേ മോളെ. ഓക്കെ, ഇനി വിഷ്ണുവിൻ്റെ ഒരു മാജിക് കൂടി നമ്മൾ കാണാൻ പോവാ കേട്ടോ. വിഷ്ണു, നമുക്ക് ഈ മാജിക് കാണിക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു കൈയടക്ക വിദ്യയാണ്. പക്ഷേ അതെങ്ങനെ ഈ കുട്ടികൾ സ്വായത്തമാക്കുന്നു എന്നുള്ളതാണ് അത്ഭുതം. നമുക്ക് തുടങ്ങാം വിഷ്ണു. 1 2 3 4 5 6. ഓക്കെ, ഇതിനകത്ത് 6 കാർഡ് ഉണ്ട്. ഈ 6 കാർഡ് ഉള്ളതിൽ നിന്ന് ഇനി എന്താ വിഷ്ണു ചെയ്യുന്നേ? 1 2 3. 6 കാർഡിൽ നിന്ന് 3 കാർഡുകൾ മാറ്റി വെച്ചു. ഇനി എത്ര കാർഡ് ഉണ്ടാവും? സ്വാഭാവികമായിട്ടും 3 കാർഡ് ഉണ്ടാവും. പക്ഷെ വിഷ്ണുവിന്റെ മാജിക് കണ്ടോളൂ. 1 2 3 4 5 6. അതാണ്. അപ്പോൾ 6-ൽ നിന്ന് 3 പോയാൽ വീണ്ടും 6. അതാണ് മാജിക്. ഒന്നുകൂടി കാണിക്കൂ വിഷ്ണു, എല്ലാവർക്കും സംശയം ഉണ്ടാവും. 1 2 3. വീണ്ടും 3 കാർഡ് മാറ്റി വെച്ചു. ഓക്കെ, നോക്കാം. 1 2 3 4 5. അതാണ് സൂപ്പർ. ഇതാണ് ഞാൻ പറഞ്ഞത്, കയ്യടക്ക വിദ്യ പോലും മനോഹരമായി കാണിക്കുന്നു.
ഓക്കെ, സൂപ്പറായി. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. വിഷ്ണു 4 വർഷം മുമ്പ് അവിടെ വരുമ്പോൾ സംസാരിക്കുക പോലും ഇല്ലായിരുന്നു. ഒരു മൂലയിലേക്ക് മാത്രം നോക്കിയിരിക്കുന്ന കുട്ടിയായിരുന്നു. പക്ഷെ ഇന്ന് എന്ത് ബ്രൈറ്റ് എന്നറിയാമോ? എനിക്ക് തോന്നുന്നത് ദീപ ഇവിടെ ഇരിക്കുന്നുണ്ട്. ദീപയ്ക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ടാവും അമ്മ എന്നുള്ള നിലയ്ക്ക്. ദീപ, എൻ്റെ മോനെ എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ ആദ്യം സംസാരിക്കില്ലായിരുന്നു. പക്ഷേ ഇവിടെ മാജിക് പ്ലാനിൽ അക്കാഡമിയിൽ വന്നപ്പം എനിക്ക് തോന്നി അവൻ ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നി മാജിക് ഒന്നും. പക്ഷേ അവൻ ചെയ്തപ്പം എനിക്ക് വലിയ സന്തോഷമായി. പക്ഷേ വലിയ മാറ്റമുണ്ട്. അവന് മാറ്റം നല്ല ഷോ ചെയ്യുന്നു. അവനെ കൊണ്ട് പറ്റുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. അതിനെല്ലാം സാറാണ് കാരണം. എന്ത് പറയണമെന്ന് എനിക്കറിയാം. ഞാൻ കരയും, അത്ര ഇതാണ്. പക്ഷേ ഇനിയിപ്പം എൻ്റെ സാറിനെ പോലെ വലിയ മേജിക്ക് ചെയ്യണമെന്ന് എൻ്റെ അവനെ കൊണ്ട് പറ്റുമ്പോൾ തന്നെ ഉറപ്പ്. ഞാൻ കരയും, അതാ പ്രശ്നം. ദീപരിക്ക് എനിക്കറിയാം അവനിപ്പോൾ മാജിക്കൊക്കെ വിട്ടപ്പോൾ വലിയ മാജിക്കാണ് താല്പര്യം. ഇവിടെ ഇലൂഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഒളിഞ്ഞു നോക്കല പരിപാടി. അല്ലേ, മറ്റേ കൂട് വിട്ട് കൂട് മാറുന്ന മാജിക്ക്.